അമ്മ കുക്കിങ്ങിനായുള്ള പ്രിപ്പറേഷൻ ആണ്. അതാണ് സൗണ്ട് കളയാനൊക്കെ പറഞ്ഞത്. ഇത് ചെയ്തോണ്ടിരിക്കുക, നെറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ചായ കുടി എവിടെ നടന്നോണ്ടിരിക്കണ്ടേ? അരക്കപ്പായി, ഫുൾ കപ്പ് ഉണ്ടായി. ചായ ബട്ടർ ഇട്ടാണോ കുടിക്കണേ? ഇല്ല, ബട്ടർ അവിടെ കിണ്ണത്തിൽ തൂത്തേക്കണം. അപ്പത്തിന്റെ മാവ് പൊങ്ങിയതൊന്ന് കാണിക്കാൻ ഒരങ്ങിയിരിക്കുക. നോക്കിയേ, ഇതപ്പം അല്ലാട്ടോ, പാലം ഇളക്കിക്കും. വട്ടയപ്പം ഒരു സ്വല്പം ഉപ്പ് ചേർക്കും, മധുരം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി. ഇളക്കിയെടുത്തു. നല്ല രസം. മാവല്ലെങ്കിലും പൊങ്ങി വരുമ്പോ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് മതി, മധുരം നന്നായിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യണം, ഇളക്കാൻ. അതെ, അത് അമ്മ തന്നെ ചെയ്യും. അല്ല ചെയ്തു, കുഴപ്പമില്ല, ഇളക്കിക്കോ. ക്യാമറ പിടിച്ചോണ്ട് ഇളക്കാൻ പറ്റില്ല. കാണിക്കാം. ഇത് താളുകറിയുടെ പാത്രം. പക്ഷെ താളുകറി ഇല്ല അതില. താളുകറി കോരി ഫ്രിഡ്ജിലാക്കി. അത് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഇതുകൊണ്ട് ഞാൻ താളുകറി അകത്താക്കി, ഇതിനകത്താക്കി വൈകിട്ടെടുക്കാം. എന്നറിഞ്ഞത് ഞാൻ എടുക്കണ്ടല്ലോ. ഇതേ എനിക്ക് ഈ ഭാഗം എനിക്ക് ഇങ്ങനെ ഇളക്കാൻ വശമുള്ളത് കൊണ്ട് അതേ നോക്കിയതേ കണ്ട. വട്ടയപ്പം ഇനി നമുക്ക് കൊരി ഒഴിക്കാം. ഇതേ ബട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. 2 പാത്രത്തിൽ ഇതേ ബട്ടർ തൂത്തതാ. പിന്നല്ല, അമ്മയുടെ കളി. ഇനി നമുക്ക് കൊരി ഒഴിച്ച് ഇപ്പൊ ചെമ്പിൽ ഇതേ വെള്ളം വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഡയറക്റ്റ് വെക്കാം. പച്ച തേങ്ങ അരച്ചിട്ടുള്ള വട്ടയപ്പം. അപ്പൊ സൂപ്പർ വട്ടയപ്പായിരിക്കും. പിന്നല്ല, അത് ഉറപ്പായിട്ടും ആയിരിക്കും. ഒഴിക്കുവാണേ. അമ്മാസ് വട്ടയപ്പം ഈസ് ഓൾവേസ് എ ഫേവറേറ്റ് ഡിഷ് ഓഫ് അസ്. ഒഴിക്കുവാണേ. എന്നിട്ട് നമുക്കങ്ങനെ നിരത്തിയാൽ മതി. ഇനി 3 തവി മതി. എനിക്ക് ഈ പച്ചമാവ് കഴിക്കലൊരു ഫേവറേറ്റ്. ഞാൻ പലപ്പോഴും കഴിക്കട്ട് തട്ടാറുണ്ടായിന. ഞാൻ പലപ്പോഴും കഴിക്കട്ട് തട്ടാറുണ്ടായിന. അല്ല, ഈ വട്ടയപ്പത്തിന്റെ മധുരം അങ്ങനെ ചെയ്യണതിന് കുഴപ്പമില്ല. ഈ ചിലപ്പോ പാലപ്പത്തിനുള്ളതും ദോശയ്ക്കുള്ള മാവും ഇഡലിക്കുള്ള മാവും ഒക്കെ ഇവിടെ കോരി അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും വഴക്ക് പറയാറുണ്ട്. ഇത് പോരാ, ഇനി ഒരു അപ്പത്തിനും കൂടെ ഉള്ളതേ ഉള്ളൂ. ഇച്ചിരി കൂടെ ഒഴിച്ചേക്കാം. ഒരു പൊടിക്ക് മതിയതേ. നിരത്തു വന്നിട്ട് അമ്മ നിരത്തു അങ്ങനെ നിരത്തണമെന്നില്ലതേ. കറക്റ്റ് ആയിക്കോളും. ഇങ്ങനെ ലൂസ് ഫോമിലല്ലേ, അപ്പം നിരത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. 3/4 മതി അല്ലേ? അരയപ്പം ഒഴിക്കാറുണ്ട്. നമ്മൾ അധികം കട്ടിയിൽ ചെയ്യാറില്ല. കട്ടി കുറഞ്ഞ എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഞാൻ എപ്പോഴും കട്ടി കുറഞ്ഞ രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പം ഈ അടിയിൽ തട്ടുണ്ട്. പക്ഷേ ആ തട്ടിൻ്റെ മീതെ ഒരു തട്ടും കൂടെ വെക്കണം. എന്തിനാന്ന് വെച്ചാൽ വെള്ളം ലീക്ക് ചെയ്ത് കയറി വരാതിരിക്കാൻ. വെള്ളം ലീക്ക് ചെയ്ത് ചിലപ്പോൾ മറ്റേ തട്ടിലേക്ക് വരും. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ലീക്ക് ചെയ്യൂല. ഞാൻ അടപ്പ് പാത്രം വെക്കാറ്. ഇന്ന് നോക്കിയപ്പോൾ അടപ്പ് പാത്രമൊക്കെ ഓരോന്നിനും അടച്ചു വെച്ചു. അപ്പം പിന്നെ ഇതാവുമ്പോൾ പൂർണ്ണ സുരക്ഷിതത്വമാണല്ലോ. അടയ്ക്കുവാണേ. അടച്ചോ? ഇനി ഒരു 10 മിനിറ്റ് മതിയാവും. തിക്നെസ് കുറവായതുകൊണ്ട് അത്രയും വേണ്ടി വരുവോളൂ. അത് ശരി. അപ്പം നമുക്ക് വാങ്ങണത് കാണിക്കാം. അവിടെ വെച്ച് ഒഴിക്കുമോ? അത് അവിടെ വെച്ച് ഒഴിക്കാം. ഒഴിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒഴിക്കും. ഒഴിക്കണില്ല അപ്പൊ? ഇല്ല, ഇത് വാങ്ങിയിട്ടേ ഉള്ളൂ. തട്ടിൽ ഇങ്ങനെ ഇരുന്നോട്ടെ. ഇത് തട്ട് കവർ ചെയ്ത് വെക്കണം. ബട്ടർ തൂത്തേക്കണം. അല്ല എന്തെങ്കിലും ഒഴിച്ചപ്പോ ഷെയ്ഡായിരുന്നു. അപ്പൊ ഇവിടെ വെച്ച് ഒഴിച്ച് കാണിച്ചു തരാം. സെക്കൻഡ് ട്രിപ്പ് കാണിക്കാം. ഇനി 10 മിനിറ്റ് ആവട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 4 മണിക്കാ വെച്ചപ്പോ 15 മിനിറ്റ് ആയി. നമുക്ക് തുറക്കാം. വാവ്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണ്ടല്ലോ. കാണുമ്പോ തന്നെ അറിയാട്ടോ, എന്തോന്നറിയാൻ സൂപ്പർ സോഫ്റ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഫോർക്കോ ടൂത്ത് പിക്കോ ഈർക്കിളിയോ എന്തും കൊണ്ടെങ്കിലും കുത്തിയാൽ മതി. ഞാനിപ്പോൾ ടൂത്ത് പിക്ക് ഇവിടെ ഇരിക്കണത് കൊണ്ട് ഞാൻ കുത്തി നോക്കണം. വെന്തിട്ടുണ്ട്, എനിക്ക് കണ്ടാൽ അറിയാൻ പറ്റുമത്. അപ്പോൾ കുത്തിയേച്ചെടുക്കുമ്പോൾ അതിൽ ഇതേ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തു. ഇനി നമുക്ക് വെച്ചോണ്ടിരിക്കണ്ട, ഇനി നമുക്ക് മാറ്റാം കേട്ടോ. എടുക്കട്ടെ? എടുത്തോ. ഇനി അമ്മ തണുത്തട്ടെ ഇത് മുറിച്ച് തരുമോ? അല്ല, അതല്ലെങ്കിൽ പിന്നെ അത് പ്രാകൃതം പിടിച്ചിരിക്കും. മെനകേടായിട്ട് ഈ ഒട്ടി വിട്ടു ഇങ്ങോട്ട് വെക്കും. അതെ, വിട്ടു പോരില്ല. അതിലേതൊക്കെ പിടിച്ചിരിക്കും. അതൊക്കെ പിന്നെ അതൊക്കെ ശരിയല്ല. അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. അപ്പം ചുട്ടേച്ച് വൃത്തിയായിട്ട് അത് കഴിക്കാനും കൂടെ എല്ലാവരും പഠിക്കണ്ടേ? പിന്നെ വേണ്ടേ? അപ്പൊ അമ്മയാണ് എല്ലാവരും പഠിപ്പിക്കണത്. അതെ,
ഈ കാര്യങ്ങൾ അടുക്കളയിലെ കുക്കിംഗ് കാര്യങ്ങൾ മാത്രം ചിട്ട വേണം. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. കോപം മൂക്കിന്റെ തുമ്പത്താ എനിക്ക്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ആ ടൈമിൽ ഇതിലേക്ക് ഒഴിച്ചു. ചെമ്പിൽ ഒരപ്പം പുഴുങ്ങിയതല്ലേ, അപ്പൊ വെള്ളം വറ്റിയിട്ടുണ്ടാവും. അപ്പൊ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാ അടുത്ത മാവ് കോരി ഒഴിക്കാം. അപ്പൊ എന്നോട് എവിടെ വെച്ച് കോരി ഒഴിക്കാനായിരുന്നു പറഞ്ഞത്? ഇവിടെയോ? തൂക്കട്ടെ കേട്ടോ. തട്ടങ്ങോട്ട് വെക്കാം. വേണോ വെക്കണ്ടേ? നെയ് വരട്ടിയതാട്ടോ. ബട്ടറാ തൂത്തേക്കണേ. വെളിച്ചെണ്ണ തൂത്താലും മതി. കണ്ടോ ഇതെന്ന് പറഞ്ഞേക്കണം. ഇനിയിപ്പോൾ കാണിക്കണ്ടല്ലോ. ഇറങ്ങി കോരി ഒഴിക്കുവാണേ. എനിക്ക് ഈ വശം കണ്ട കോരി ഒഴിക്കാൻ പറ്റുള്ളൂ. അതാ ഈ ഷെയ്ഡ് വന്നത്. മറ്റേ വശം കണ്ട കോരി ഒഴിച്ചാൽ ശരിയാവൂല. ഞാൻ ഇടത് കൈ വശയില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നം എനിക്ക്. എന്ത് ചെയ്യാൻ ഓരോരുത്തർക്കും ഒരേ ശീലിച്ചതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും ചെയ്യാനില്ല പ്രതിവിധിയില്ലേ. അത് മതി. ഇതൊരു കുഞ്ഞു കിണ്ണത്തിൽ കോരി ഒഴിക്കാൻ. ചെറിയതേ. അമ്മയ്ക്ക് എപ്പോഴും കുഞ്ഞിത് വേണം. ഇതെനിക്ക് വലിയ ഇഷ്ടം. തട്ടട്ടെ? തട്ടാനില്ല. സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാട്ടോ, കണ്ടാൽ തന്നെ അറിയാം. അത് നമുക്ക് മുറിച്ച് കാണിക്കാൻ വെച്ചു. ഇനി നമുക്ക് കവർ ചെയ്യുക. ഇതൊരു 15 മിനിറ്റ് മതി. ഈ കട്ടി കൂടുമ്പോ വേവിന് താമസം വരും. അപ്പൊ ടൈം വ്യത്യാസം വരും കേട്ടോ. അതെല്ലാവർക്കും അറിയാം. ഞാൻ എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞതാ വിവരം. വട്ടയപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ അടിയിൽ ലിങ്ക് ഇട്ട് കൊടുത്താൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എത്ര അരി വേണം, എത്ര തേങ്ങ വേണം, കള്ളൻ തോരം ഒഴിക്കണം, ഷുഗർ തോരം ചേർക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ 1.5 വർഷം മുമ്പ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അടക്കട്ടെ? ഇനിയിപ്പോൾ ഇത് കുഞ്ഞു കിണ്ണത്തിൽ കോരി ഒഴിച്ച് ഒരു കുഞ്ഞു കിണ്ണത്തിൽ കഴിക്കുന്ന ഒരു കുഞ്ഞാളിവിടെ ഉണ്ട്. അയക്ക് വേണ്ടിയാണ്. ആരാന്ന് എനിക്കറിയില്ല. എനിക്കും അറിയാൻ മേല ആരാന്ന്. ഒരാളിവിടെ ഉണ്ട്, അത്ര എനിക്കറിയാവോളൂ. നമുക്ക് ഇത് തണുക്കാൻ അനുവദിക്കാം. സമയം എടുക്കും. ഇല്ല, 10 മിനിറ്റ് കൊണ്ട് തണുത്തോളൂ. തണുത്ത് കഴിഞ്ഞാൽ അപ്പം മുറിക്കാം. ഒരു ബുദ്ധിമുട്ടില്ല. ഇതേ വിട്ടിട്ടുണ്ട് സൈഡെല്ലാം. ഒന്നും ചെയ്യാനില്ല. അതെ ഞാനൊരു പണി ചെയ്യാൻ പോതേ. സംഭവം ഇതെല്ലാം ബട്ടറൊക്കെ തൂത്തതിന്റെ പാടുകളാട്ടോ. ഇത് പുറം ഭാഗമാണ് കേട്ടോ. അകംഭാഗം ഇപ്പൊ കണ്ടോ? അത് തന്നെ ഇപ്പൊ കണ്ടതാണല്ലോ. അതെ. പിന്നെ ഇനിയിപ്പോ കാണാനൊന്നുമില്ല. ഇനി കട്ട് ചെയ്യാം. ഇതിപ്പോ തന്നെ ചായക്കാൻ കഴിക്കാം. വാവ്, സോ സോഫ്റ്റ്. ഭയങ്കര സോഫ്റ്റാ, പറയാനൊന്നും ഇല്ലല്ലോ. സൂപ്പർ സോഫ്റ്റ് കേട്ടോ. ഇനി വീണ്ടും മുറിക്കും. ഞാൻ പ്ലേറ്റിലേക്ക് ഒന്ന് വെച്ച് കാണിച്ചു തരാവേ. പ്ലേറ്റിലേക്ക് വെക്കാം. ഇതാണ് നമ്മുടെ സൂപ്പർ ഫ്ലഫി വട്ടയപ്പം. ഉണ്ടോ? നല്ല അറകളൊക്കെ ഉണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ? എന്ത് സോഫ്റ്റാ നോക്കി. തിക്നെസ് കുറവാന്ന് മാത്രമേ ഉള്ളൂ. തിക്നെസ് കുറവായിട്ടാണ് ഞാൻ ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം. എന്ത് സോഫ്റ്റാണേ. ഹലോ, വെരി സോഫ്റ്റ്. സോഫ്റ്റ് ആണോന്നല്ല എനിക്കറിയേണ്ടത്. സോഫ്റ്റ് ആണെന്ന് എനിക്കറിയാം. അതിന്റെ മറ്റ് പാകങ്ങൾ എങ്ങനെയാന്ന് നോക്കാം. എല്ലാം കറക്റ്റ് ആണ്. പെർഫെക്റ്റ് വട്ടയപ്പാണ്. സോ സോഫ്റ്റ്. എന്ത് പഞ്ഞി പോലെയാന്ന് നോക്കിയേ. എനിക്കറിയാം. ഞാൻ ചോദിച്ച മധുരം കൂടുതലൊന്നും കറക്റ്റ് ആണ്. എന്ത് പഞ്ഞി പോലെയാ. ഇനി 2 പേരും കൂടെ അങ്ങ് എടുത്തോ. ഇത് അപ്പച്ചമ്പിൽ ഇരിക്കണമെന്ന് പിടിച്ചേച്ച് പോക്കോ. ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ഇതിന്റെ സോഫ്റ്റ്നെസ്. അത്ര കൂൾ സോഫ്റ്റ്നെസ് ആണ്. ഓ, സോ റിയലി സോഫ്റ്റ്. പഞ്ഞിക്കട്ട വായിലിട്ട പോലെ. എക്സാക്ട്ലി പഞ്ഞിക്കട്ട വായിലിട്ട പോലെ.
അത് ഇടയ്ക്ക് തിരികെ കയറ്റണ്ട കഴിച്ചു. തിരികെ കയറ്റിയ പ്ലേറ്റ് ചെറുതല്ലേ, അപ്പം അത് ശരിയാവൂല. അതുകൊണ്ട് അടിപൊളി വട്ടയപ്പമാണ്. ഗ്രാൻഡ് വട്ടയപ്പം. എക്സാക്ട്ലി നമ്മുടെ പഞ്ഞില്ലേ അത് വാരിട്ട പോലെ തന്നെ ഉണ്ട്. കളറും പിന്നെ അരിയുടെ കളറാട്ടോ. നല്ല അരിയാറിട്ട് പച്ചരി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നല്ല അരിയാണ്. അതിൻ്റെ ഒരു ഏതുണ്ട്. ഇനി അടുപ്പത്തിരിക്കണമെന്ന് എടുത്തേച്ച് പടം എടുക്കാൻ പോവാം.